ഇപ്പോൾ മുനമ്പം സമരവേദി ബഹിഷ്കരിച്ച ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്ന പുതിയ സമരപന്തലിലേക്ക് സമരത്തെ എതിർക്കുന്നവർ മാറുന്നു എന്നാണ് വ്യക്തമാകുന്നത്. 414 ദിവസം നീണ്ട സമരത്തിന് ശേഷം ഇന്ന് സമരം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിങ്ങൾക്കിടെയാണ് മറ്റൊരു വിഭാഗം ഇതിനെതിരെ മറ്റൊരു സമരവുമായി തുടരും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും സമരത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. സജോ ദേവസ്വയുണ്ട്. സജോ, പുതിയ സമരമായി ആരംഭിക്കുമെന്ന് തന്നെ വിമത വിഭാഗം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് അവർ പുതിയ സമരത്തിലേക്ക് കടക്കുന്നത്? സമരവേദി ബഹിഷ്കരിച്ചുള്ള നീക്കം എങ്ങനെയാണ്? അതായത് മുനമ്പം ഭൂസംരക്ഷണ സമിതിയിലെ ഔദ്യോഗിക വിഭാഗം സമരം ഇന്ന് അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നതാണ്. മന്ത്രി പി രാജീവും മന്ത്രി കെ രാജനും ഇന്ന് സമരപന്തലിൽ എത്തുകയും സമരഭടന്മാർക്ക് നാരങ്ങ നീര് നൽകി സമരം അവസാനിപ്പിക്കും എന്നുമാണ് പ്രഖ്യാപിച്ചത്. അതിനെതിരെ സമരസമിതിയിലെ ഒരു വിഭാഗം കടുത്ത എതിർ നിലപാട് സ്വീകരിച്ചു. അതായത് സമരം അവസാനിപ്പിക്കുന്നത് വഞ്ചനയാണ് എന്നാണ് ഈ വിഭാഗത്തിന്റെ നിലപാട്. അതായത് സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടില്ല, വഖഫ് രജിസ്റ്ററിൽ നിന്ന് ഭൂമി മാറ്റിയിട്ടില്ല, സമ്പൂർണ്ണ ക്രയവിക്രയ അവകാശം ലഭ്യമായിട്ടില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിക്കുന്നത് മുനമ്പം ജനതയോടുള്ള വഞ്ചനയാണ് എന്ന് ഈ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് അവർ മുനമ്പം പള്ളി അങ്കണത്തിൽ കഴിഞ്ഞ 414 ദിവസമായി തുടർന്നു വന്നിരുന്ന സമരവേദി ബഹിഷ്കരിച്ച്, അതായത് അല്പസമയത്തിനകം മന്ത്രിമാരടക്കം എത്തുകയും സമരം ഔദ്യോഗികമായി അവസാനിപ്പിക്കുകയും ചെയ്യും. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമരവേദിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി പ്രതിഷേധ ജാഥയായി പള്ളി അങ്കണത്തിന് പുറത്ത് ഒരുക്കിയ പുതിയ സമരപന്തലിലേക്ക് പ്രവേശിച്ചു. പള്ളി അങ്കണത്തിന് മുൻപിൽ വെച്ച് ഈ സമരത്തിൽ നിന്ന്, അതായത് ഭൂസംരക്ഷണ സമിതിയുടെ സമരത്തോടുള്ള വിയോജിപ്പ് പ്രഖ്യാപിച്ച് സമരം തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം, അതായത് ഈ സമരസമിതിയുടെ തന്നെ ഭാഗമായിരുന്ന മുനമ്പത്തെ ജനതയുടെ ഭാഗമായ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. അവർ പ്രധാനമായും പറയാൻ ശ്രമിക്കുന്നത് വഖഫ് രജിസ്റ്ററിൽ നിന്ന് ഭൂമി ഇതുവരെയും മാറ്റിയിട്ടില്ല, അതുൾപ്പെടെ സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സമരസമിതിയുടെ ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം, നമ്മൾ സമരം തുടരുകയാണ്, അപ്പോൾ നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ള കാര്യങ്ങൾ എന്താണ്? നിങ്ങൾ പറയുന്നത് സമ്പൂർണ്ണ റവന്യൂ അവകാശം കിട്ടിയിട്ടില്ല, അതാണോ? നമ്മളുടെ ഭൂമി സമരത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നായിരുന്നു. കരമടക്കുക എന്നുള്ള ഒരൊറ്റ ആവശ്യം മാത്രമേ ഇപ്പൊ അംഗീകരിക്കപ്പെട്ടുള്ളൂ. അതൊരു അവകാശമല്ല, എല്ലാവരും ചെയ്യേണ്ട ഒരു കടമയായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ശരിയായിരിക്കാം, ഒരു ആദ്യപടിയായിരിക്കാം. പക്ഷേ നമ്മളിപ്പോൾ പറയുന്നത് ഈ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്ന ഒരു കേസാണ്. ഇതിന് എപ്പോൾ വേണമെങ്കിലും സ്റ്റേ വരാം. കൂടാതെ ഇപ്പൊ ഈ വിധി വന്നിരിക്കുന്നത് ഡിസംബർ 17-ാം തീയതി ഫൈനൽ ഹിയറിംഗ് ഉണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് കോടതി രേഖകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സമരം ഇവിടെ ഇന്ന് ഞങ്ങൾ 2 ദിവസം മുമ്പ് ഇത്രയും നാളുണ്ടായിരുന്ന ഈ കാര്യങ്ങൾ അറിയുന്നത്, ഇത്രയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ അറിയുന്നത് പത്രമാധ്യമങ്ങളിലൂടെയും നിങ്ങളുടെ മീഡിയ സുഹൃത്തുക്കളിൽ നിന്നാണ്. ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഈ 610 പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ നാനാദി മത്സ്യരുടെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ്, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 5 പേരടങ്ങുന്ന കോർ കമ്മിറ്റിയാണ് തീരുമാനിച്ചതെന്ന് പറയുന്നത്. കൂടിയാലോചന ഉണ്ടായില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ പള്ളിയിൽ ഹാജരായി കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷാധികാരിയായ അച്ഛൻ പറഞ്ഞത് ഇത് താൽക്കാലികമായിട്ട് സമരം നിർത്തുന്നതാണ്. പക്ഷെ താൽക്കാലികമാണോ ഇല്ലേ എന്നുള്ളത് ഇന്ന് രാവിലെയാണ് പറയുന്നത്. അതിന് കാരണം പറയുന്നത് ഈ തൊട്ടു മുമ്പിൽ കാണുന്ന സെമിത്തേരിയുടെ പുനരുദ്ധാരണമാണെന്നാണ്. അങ്ങനെയായിരുന്നുവെങ്കിൽ അത് 2 ദിവസം മുമ്പ് മാധ്യമ സുഹൃത്തുക്കളെയും ഈ കേരളക്കരയെയും അറിയിക്കാനുള്ള ബാധ്യത ഇവർക്കുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഒരു കൂടിയാലോചന ഇല്ലാതെ, യാതൊരു വിധത്തിലുള്ള മറ്റു മനുഷ്യരോട് ആലോചിക്കാതെ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ സപ്പോർട്ട് ചെയ്തൊരു സമരം ഇങ്ങനെ നിർത്തുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് ഒരൊറ്റ ആവശ്യമുള്ളൂ, ആ പുറയിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം, റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ സമരം എന്നാണ്. ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു, താൽക്കാലമായിട്ടാണ് അച്ഛൻ അത് നിർത്തണേന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അവിടെ സമരം തുടങ്ങുന്നത് വരെ ഇവിടെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുക. ഇതിനൊന്നും അച്ഛൻ സമ്മതിച്ചിട്ടില്ല. അപ്പം ഞങ്ങളിപ്പോഴും ആ സമരവേദി തന്നെയാണ് ഞങ്ങളുടെ കരുത്ത്. ഞങ്ങളിപ്പോഴും അങ്ങോട്ട് തിരിച്ചു പോകാൻ റെഡിയാണ്. എന്ന് അച്ഛൻ അവിടെ പുനരാരംഭിക്കുന്നുവോ അന്ന് ഈ സമരപ്പന്തലിൽ മാറി ഞങ്ങൾ അവിടെ ചെല്ലും. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നില്ല. ഇവിടെ ചില മാധ്യമ സുഹൃത്തുക്കൾ അടക്കം പ്രചരിപ്പിക്കുന്ന പോലെ BJPയുടെ സമരമാണെന്നാണ്. ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് മറ്റു പല നേതാക്കളും ചെയ്യുന്ന പോലെ ഞങ്ങൾ പറയാൻ തയ്യാറല്ല. ഇതിനും കൂടി മറുപടി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ BJP അനുകൂല വിഭാഗമാണെന്ന് പറയുന്നതിനും കൂടി ഞങ്ങൾ BJPക്കാരല്ല. ഞാനടക്കമുള്ള ഈ ഇരിക്കുന്ന ആളുകളെല്ലാവരും ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്, കടലിന്റെ മക്കളാണ്.
അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ പൂർവികര് നേടിത്തന്ന അധ്വാനിച്ച് ഈ കടലിടി കൊണ്ടും ഇത്തിൽ വാരിയും ഇവര് നേരത്തെ സമര നേതാക്കൾ പറഞ്ഞില്ലേ, ആ മാതാപിതാക്കള് ഇപ്പൊ പറയുന്നത് ആ ഭൂമിയിൽ ഉറങ്ങുന്ന മനുഷ്യരെ പുനരുദ്ധരിച്ച് അവിടെ ക്ലിയർ ആക്കണമെന്നാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾ ആദ്യം നേടിയെടുക്കുക, അതാണ് മരിച്ചുപോയ മനുഷ്യരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കടമ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളോട് ഉള്ള കടമ നിർവഹിക്കൽ മാത്രമാണ് ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങള് മൊനമ്പം സംരക്ഷണ സമിതിക്കെതിരല്ല, മൊനമ്പത്തെ ജനങ്ങൾക്കെതിരല്ല. മൊനമ്പം ജനത വിശ്വസിക്കുന്നത് വഖഫിന്റെ ആസ്തി പട്ടികയിൽ നിന്ന് ഇതെന്ന് മാറുന്നുവോ അതാണ് ഇന്ത്യയിലെ ഒരു പൗരന് മറ്റേതൊരു പൗരൻ. ഞങ്ങളിവിടെ അഭയാർത്ഥികളെ പോലെ 4 വർഷം കഴിഞ്ഞിരുന്നു, ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇവിടെ പറയുന്ന പല സമുദായ സംഘടനകളും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇവിടെ 4 വർഷം ഉപരിപഠനം മുടങ്ങിയവര്, മരിച്ചുപോയ മനുഷ്യര്, ഇവിടെ ഇരിക്കുന്ന ഒരു ജാനത്തി ചേച്ചിയുണ്ട്, കുറച്ചു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, ജാക്സൺ വലിയ പറമ്പിൽ നിന്നാണ്. ചികിത്സ കിട്ടാതെ മരിച്ചുപോയ ഒരു മനുഷ്യനാണ്. ഈ ഭൂമി പ്രശ്നം കാരണം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച മനുഷ്യര്. അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യരുടെ വേദനയുണ്ട്. ആ മനുഷ്യരുടെ വേദനയാണ് ഞങ്ങളെ മുമ്പോട്ട് നയിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും ഭൂസംരക്ഷണ സമിതിക്കെതിരല്ല. ഞങ്ങളിപ്പോൾ അവരെ അവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിന് പേരിട്ടിരിക്കുന്നത് 2ാം ഭൂസമരം എന്ന്. നീതിബോധമുള്ള ഇന്ത്യൻ ജനത, മാധ്യമ സുഹൃത്തുക്കള്, ഇത്രയും നാള് ഈ സമരത്തെ പിന്തുണച്ചമാരെ ഇനിയും പിന്തുണക്കണം.